വീക്കെൻഡ് എണീക്കുന്ന സമയം ലേറ്റായി എന്നറിയുന്നത് കൊക്കോ അടുത്ത് വന്ന് ഇങ്ങനെ കരയുമ്പോഴാണ്. അവന് കറക്റ്റ് സമയത്ത് ഫുഡും കാര്യങ്ങളൊക്കെ അപ്പം കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ അടുത്ത് വന്ന് കരച്ചിലും ബഹളവും അലമ്പും ഒക്കെ ആയിരിക്കും. അപ്പോൾ എന്നത്തെയും പോലെ ഈ വീക്കെൻഡും അവൻ്റെ കൂടെ കുറച്ച് ഗുസ്തി കളിച്ചതിന് ശേഷം കട്ടും വന്ന് എണീക്കുന്നത് തന്നെ. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയായിരിക്കും അത്യാവശ്യം നല്ല പോലെ അടഞ്ഞിട്ട് എൻ്റെ സൗണ്ട് ഇപ്പോൾ ഉള്ളത്. ഒരുവിധം തണുപ്പ് പിടിച്ചതൊക്കെ പോയി എന്ന് വിചാരിച്ച് ആശ്വസിക്കുമ്പോൾ വീണ്ടും അടുത്ത പണിയായിട്ട് അവർ വീണ്ടും പല്ലേപ്പും മുഖം കഴുകലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന പരിപാടിയാണ് ബെഡ് ഒതുക്കൽ. ഞങ്ങളുടെ വീട്ടിൽ ആക്ച്വലി ഒരു റൂളുണ്ട്, ആരാണോ ലാസ്റ്റ് എണീക്കുന്നത് അവരാണ് ബെഡെല്ലാം ഒതുക്കേണ്ടത്. ഇത് പ്രാവർത്തികമാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞങ്ങളുടെ കേസിൽ, കാരണം ആദ്യം ഒരിക്കലും ഇത് ചെയ്യാറില്ല. കാരണം ചോദിച്ചാൽ പറയും ഇത് വീണ്ടും വന്ന് കിടക്കാനുള്ള ബെഡല്ലേ, അപ്പോൾ ഇത് വീണ്ടും നിവർത്തി വയ്ക്കുമ്പോൾ വീണ്ടും സമയം പോകില്ലേ എന്നുള്ളതാണ്. ഇതൊക്കെ പറയാനല്ലേ നമുക്ക് പറ്റൂ. പിന്നെ എനിക്കിതൊന്നും ചെയ്യാതെ വേറൊരു പരിപാടി ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് എന്നും ഇത് രാവിലെ എൻ്റെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു പണിയാണ്. ഹലോ ഗായ്സ്, എന്തെല്ലാം വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞല്ലോ എന്തെല്ലാം നമ്മൾ കണ്ണൂർക്കാരങ്ങനെ എന്തല്ല. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു വീക്കെൻഡായി. ഭയങ്കര ഇന്നത്തെ വീക്കെൻഡ് കുറച്ചും കൂടി ഒരു എക്സൈറ്റിങ് വീക്കെൻഡാണ്. ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 10:25. വീണ്ടും എനിക്ക് ജലദോഷം പനി ഇതൊക്കെ പിടിച്ചെൻ്റെ സൗണ്ടൊക്കെ ആകെ പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇന്നത്തെ ദിവസം തുറക്കാം. പറഞ്ഞുതരാം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഇന്ന് കാക്ക മലർന്നു കിടക്കുന്ന ദിവസമാണെന്ന് തോന്നുന്നു. എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഒരാൾ രാവിലെ എണ്ണിട്ട് സ്വന്തമായിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നു. അങ്ങനെ എല്ലാം ആയിക്കൂടെ എനിക്ക്. അപ്പം നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ ചെയ്യാം. ദോശ വേണോ? അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് എനിക്ക് എണീറ്റ് ചായ കുടിക്കുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. ആദ്യം ഇന്നും എന്നത്തെയും പോലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു. പിന്നെ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇന്ന് എൻ്റെ ഹെയർ വാഷ് ഡേയും കൂടി. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഷാർജയിൽ പോകും അനിയത്തിനെ വിൽക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഹെയറൊക്കെ വാഷ് ചെയ്ത് സെറ്റാക്കി ഇടണം. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ. എന്തത് വേണോ? ഇവിടുത്തെ വെള്ളത്തിൽ കുളിച്ച് തന്നെയുള്ള മുടിയൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ആഴ്ചയിൽ ഇപ്പോൾ 2 ദിവസം എണ്ണ ഒഴിച്ച് കുളിച്ചില്ലെങ്കിൽ നമുക്കൊരു തൃപ്തിയാവില്ല. അതുകൊണ്ട് എല്ലാ വീക്കെൻഡും ഈ ഒരു സംഭവം ഞാൻ മുടങ്ങാതെ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പരിപാടി കെമിക്കൽ പീൽ അല്ലെങ്കിൽ BHA പീൽ. അത് ഓർഡിനറിയുടെ ആണ്. ഞാനിത് വീക്ക്ലി അല്ല, ലൈക്ക് 2 weeks ഒക്കെ കൂടുമ്പം യൂസ് ചെയ്യുന്നതായിരുന്നു. ഇപ്പോൾ കുറച്ചധികം കാലമായി ഒരു എക്സ്റ്റെൻസീവ് സ്കിൻ കെയർ ഒന്നും ചെയ്യാത്തത്. പിന്നെ ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ് എല്ലാ മാസവും ഒരിക്കലെങ്കിലും ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത്. ഞാനൊരു ഫേഷ്യൽ റേസർ വെച്ചിട്ടാണ് ഇത് അധികവും റിമൂവ് ചെയ്യലുള്ളത്. ഞാൻ 2019 തൊട്ടിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണിത്. ആൾക്കാർ പറയും ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ഹെയർ ഗ്രോത്ത് കൂടുന്നൊക്കെ, പക്ഷെ വെറുതെയാണ്. ഇന്ന് കുറച്ചധികം സമയം കയ്യിലുള്ളത് കൊണ്ട് തന്നെ രാവിലത്തെ സ്കിൻ കെയർ കുറച്ചധികം ഇലാബറേറ്റ് ആക്കിയിട്ട് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. കുറച്ചധികം കാലം ഒരു ഷീറ്റ് മാസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാസ്ക് തന്നെ ഇട്ടിട്ട്, അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഒരു ഷീറ്റ് മാസ്ക് ഒക്കെ ഞാൻ എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ചില്ലടിച്ച് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. സമ്മർ ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ എന്താണെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. പിന്നെ വീക്കെൻഡ് ആകുമ്പോൾ വെള്ളം കുടിയുടെ കാര്യത്തിൽ ഞങ്ങൾ കുറച്ച് പുറകോട്ടാണ്. അപ്പോൾ മുന്നിൽ കാണുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കാൻ ഞാൻ ശ്രമിക്കലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിൽ കുറച്ച് പടമൊക്കെ പുതിയത് വന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഇരുന്ന് കൊക്കോൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് നോക്കുമായിരുന്നു. പക്ഷേ എനിക്ക് കാണാനായിട്ടുള്ളതൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ ആമസോണിൽ ഉർഫി ജാവേദിൻ്റെ ഒരു പുതിയ സീരീസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് കേട്ടു. അപ്പോൾ അത് കണ്ടു. പക്ഷേ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാവടി തുള്ളി പുറത്തേക്ക് ഇറങ്ങിയ ആൾക്കാരായിരുന്നു ഞങ്ങൾ. പക്ഷേ കറക്റ്റ് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്തിൽ ഞങ്ങൾ രണ്ടുപേരും നല്ല അടിയെ. ആ ദേഷ്യത്തിൽ ഞാൻ കയറി പുറകിലിരുന്ന് അതിനെ ഡ്രൈവറാക്കി ഫ്രണ്ടിലും ഇരുത്തി. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ അടി ഉണ്ടാക്കാറില്ല, എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ട് എങ്ങനെ ഇരിക്കുന്നു. പക്ഷേ വെറുതെ അതൊക്കെ. ഞങ്ങൾ നല്ല രീതിക്ക് അടി ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ആ അടിയൊന്നും ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ മാക്സിമം 1 hour കൂടുതൽ പോകാൻ ഞങ്ങൾ രണ്ടുപേരും ശ്രമിക്കാറില്ല. ഈ ഒരു ഹാങ്ങിങ് ക്യാറ്റ് നല്ല ഭംഗിയില്ലേ. എനിക്കിത് ടെമൂല് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ സാഷേനെ ആയിരുന്നു ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. 2 പൂച്ചകളുള്ളത് ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെ ഇന്നത്തെ കലാപരിപാടിയിലുള്ള വേറെ 2 ആത്മാക്കളാണ് ഇവർ രണ്ടുപേരും. ഒന്ന് ആദിയുടെ അനിയത്തി, പിന്നെ ഒന്ന് ഞങ്ങളുടെ സ്വന്തം ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടൻ ആദിയുടെ നാട്ടിലുള്ള ഫാമിലി ഫ്രണ്ടാണ്. അവൻ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. കിസൈസിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവനെയും കൂടി ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടും. കാരണം അവൻ നല്ലപോലെ ഫോട്ടോ എടുക്കും. അതിനേക്കാളും നന്നായിട്ട് ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് അവൻ ഈ പരിപാടിയിലേക്ക് വിളിച്ചു വരുത്താൻ എനിക്ക് പ്രത്യേകതരം ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ദുബായിൽ തിരിച്ച് വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 വർഷം അടുത്താവാനായി. ഇതുവരേക്ക് ഇവിടെയുള്ള മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ സ്പോട്ട്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഭർത്താവിന് അതൊക്കെ കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്നെ വലിയ എവിടെയും കൂട്ടി പോകാറുമില്ല. ആദ്യമായിട്ട് കണ്ടത് എനിക്ക് തോന്നുന്നു ആ ദുബായ് ഫ്രെയിമാണ്. അതിനുശേഷം പിന്നെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും ദുബായ് മോളിലെത്തി. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പാർക്കിങ്ങിന് അല്ലറ ചില്ലറ പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് ഒന്നും കിട്ടുന്നുണ്ടായില്ല. പിന്നെ കറങ്ങി ഏകദേശം ഒരു പാർക്കിങ് നമുക്ക് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇത്രയും കാലം ദുബായിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദുബായ് മോളിൽ പാർക്കിംഗ് ഇട്ടിട്ട് ആ പാർക്കിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് കുറച്ച് സമയം പോകും. അതുകൊണ്ട് തന്നെ എവിടെയാണ് പാർക്ക് ചെയ്തെന്ന് പ്രോപ്പറായിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചില്ലേ, പിന്നെ കാറ് കണ്ടുപിടിക്കേണ്ട കാര്യത്തിൽ ഒരു തീരുമാനമായി കിട്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ദുബായ് മോളിൻ്റെ ഉള്ളിലേക്ക് നടക്കുകയായി. മിന്നുവിനെ പിക്ക് ചെയ്തിട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് വീട്ടിൽ നിന്ന് ഒരു വലിയ കഷ്ണം സാൻഡ്വിച്ച് കഴിച്ചിട്ടാണ് നമ്മൾ രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശപ്പിൻ്റെ വിളി എന്നുള്ളത് ആദ്യത്തെ ഒരു സ്ഥിരം പരിപാടിയാണ്. പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നടന്നപ്പോഴേക്കും തന്നെ ആൾക്ക് നല്ല വിശപ്പുണ്ടായെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ലൊരു ഫുഡ് സ്പോട്ട് ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു. എനിക്കധികം വിശക്കാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും കുടിക്കണം എന്നുണ്ടായിരുന്നു. ജലദോഷമാണെന്നുള്ള കാര്യം കുറച്ച് നേരത്തേക്ക് ഞാനങ്ങ് മറന്നു. എന്നിട്ട് ഞാനൊരു മാംഗോ സ്മൂത്തി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കുടിച്ചിട്ട് ഇനി ബാക്കിയുള്ള തൊണ്ടവേദനയോ ജലദോഷം എന്താവുന്നു നാളെ മാത്രമേ അറിയാൻ പറ്റൂ. പിന്നെ ഇവിടുന്ന് മിന്നു എനിക്ക് നല്ല നല്ല ഫോട്ടോസ് നല്ല ആംഗിളിൽ എടുത്ത് തരുമായിരുന്നു. ഇവളെ കൂട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗുണം ഇതാണ്, പല ആംഗിളിൽ നിന്നും പല രീതിക്ക് എനിക്ക് ഫോട്ടോ എടുത്ത് തരും, ഒരു മടിയുമില്ലാണ്ട്. ഷാർജ ദുബായ് ട്രാഫിക്ക് നല്ലോണം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്ന് വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ കുറച്ചധികം സമയം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. കാരണം ഞങ്ങൾ വന്ന പരിപാടി തുടങ്ങാൻ ഇനിയും കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് എല്ലാവരും കുറച്ചധികം നേരം വർത്താനൊക്കെ പറഞ്ഞ് ചില്ലടിച്ചിരുന്നു. ഈ ഗ്യാപ്പിൽ ആദ്യം തൊട്ടിപ്പുറത്തെ സബ്വേയിൽ പോയിട്ടൊരു സാൻഡ്വിച്ച് വാങ്ങിച്ച് കഴിച്ചു. ഇവരെല്ലാവരും ഒരേ നാട്ടുകാരായതുകൊണ്ട് ഇവർക്ക് എന്നും കാണുമ്പം പറയാൻ ഒരുപാട് കഥകൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് അറ്റ് ദ ടോപ്പ് ബുർജ് ഖലീഫയിലേക്കാണ്. ഇപ്പോൾ ഇവിടെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഓഫർ നടക്കുന്നുണ്ട്. സെപ്റ്റംബർ വരെ ഇവിടുത്തെ റെസിഡൻസ് വിസ ഹോൾഡേഴ്സിന് 99 ദിറംസിന് നമുക്ക് അറ്റ് ദ ടോപ്പിൽ വിസിറ്റ് ചെയ്യാൻ പറ്റും. 2 ഫ്ലോർസാണ് നമുക്കിവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ ഈ 2 ഫ്ലോറും വിസിറ്റ് ചെയ്യാൻ യൂഷ്വലി അവർ 179 ദിറംസാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഓഫറിൽ നമുക്കത് 99 ദിറംസ് കിട്ടും. പിന്നെ ഒരു പോയിന്റ് നമ്മൾ സൂക്ഷിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എൻട്രി ടൈമിൽ നമ്മുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള എമിറേറ്റ്സ് ID ഉണ്ടാവണം. അത് അവർ ചെക്ക് ഇൻ സമയത്ത് നമ്മളോട് ചോദിക്കും, നമ്മുടെ ആ ഒരു എമിറേറ്റ്സ് ID. ഈ ഓഫർ ജൂലൈ 1 തൊട്ടിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഈ ഒരു ഇയർ സെപ്റ്റംബർ 15 വരെ ഈ ഓഫർ വാലിഡ് ആണ്. എനിക്കൊന്ന് ഈ ഓഫർ എല്ലാ ഇയറും വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ലാസ്റ്റ് ഇയറോ അല്ലെ അതിന് മുമ്പത്തെ ഇയറോ ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് നമ്മൾ പോയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇങ്ങനെ വീണ്ടും ഒരു ഓഫർ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് പോയി കളയാന്ന്. വീഡിയോയിൽ ആദ്യത്തെ മുഖത്ത് ഇത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും ശരിക്കും ആൾക്ക് അത്ര വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ പോകണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആളും വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ബുർജ് ഖലീഫേൻ്റെ ഉള്ളിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം ദുബായ് മോളിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ പോകാൻ. അപ്പോൾ ഈ ഒരു നടത്തം അത്യാവശ്യം നല്ല പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ ലെഗ് വർക്കൗട്ട് ഡേ ഒക്കെ ആണെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ഇവിടെ വന്നാൽ മതി. നിങ്ങളുടെ കാലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കിട്ടും. പിന്നെ ഭയങ്കരമായിട്ട് ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുർജ് ഖലീഫയുടെ പണി നടക്കുന്നത് തൊട്ട് അത് കംപ്ലീറ്റ് ആവുന്ന വരെയുള്ള ഓരോ സ്റ്റേജ് ഏതൊക്കെ ഇയറിലാണ് കംപ്ലീറ്റ് ആയതെന്ന് അവരിങ്ങനെ സൈഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെ പേരും അവരുടെ ഫോട്ടോസും ഒക്കെ അവരിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നടക്കുമ്പം ഈ ഓരോ ഇൻഫർമേഷനും കണ്ടുകൊണ്ട് നമുക്കതിനെ എൻട്രൻസിൻ്റെ അവിടെ വരെ എത്താം. നമ്മൾ എടുത്ത ഓഫറിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത് 2 ഫ്ലോർസാണ്, 124ഉം 125ഉം. അപ്പോൾ ഇതിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്കുള്ള എലിവേറ്റർ ഇസ് ലൈക്ക് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് എലിവേറ്റർ ഇൻ ദ വേൾഡ്. അപ്പോൾ ഈ എലിവേറ്ററിൽ എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിൽ തന്നെ ഒരുപാട് ഗ്രാഫിക്കൽ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, ബുർജ് ഖലീഫയും പിന്നെ അതിൻ്റെ ലെങ്ത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോയെന്നറിയില്ല. കാരണം ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് 125th ഫ്ലോർ വരെ എത്താൻ ഹാർഡ്ലി 70 to 80 seconds ആണ് മാക്സിമം എടുക്കുന്നത്. പക്ഷേ എനിക്ക് ഈ എലിവേറ്റർ പോകുന്ന എക്സ്പീരിയൻസ് അത്ര നല്ല രീതിക്കുള്ള എക്സ്പീരിയൻസ് ആയിരുന്നില്ല. കാരണം എൻ്റെ ചെവി അടഞ്ഞിട്ട് ഒരുമാതിരി ഭയങ്കര കച്ചറ ഫീലിംഗ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആദ്യം മിന്നുവിനൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കും ഉണ്ണിക്കുട്ടനും അത്യാവശ്യം ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് തുറന്ന് പുറത്തേക്ക് എത്തിയാൽ മതി എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്.
രാവിലെ ബുക്ക് ചെയ്യുന്നതല്ലേ കുറച്ചും കൂടി നല്ലതെന്ന് ആദ്യം ചോദിച്ചപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് 6:30യുടെ സ്ലോട്ട് തന്നെ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് പീക്ക് ഹവേഴ്സിൽ കൊണ്ടുപോയി ബുക്ക് ചെയ്യിപ്പിച്ച ആളായിരുന്നു ഞാൻ. പിന്നെ എൻ്റെ നല്ല ഭാഗ്യം എന്ന് പറയട്ടെ, സൺസെറ്റ് പോയിട്ട് സണ്ണിൻ്റെ പൊടി പോലും 6:30 6:45 അവിടെ കാണാനുണ്ടായിരുന്നില്ല. 6:30 ആയതുകൊണ്ട് തന്നെ പീക്ക് ഹവേഴ്സ് ആയിരുന്നു, അത്യാവശ്യം നല്ല റഷും ഉണ്ടായിരുന്നു. പിന്നെ സണ്ണിനെ കാണാൻ വന്ന ഞങ്ങൾക്ക് എന്തോ ദൈവഭാഗ്യം എന്നുള്ള പോലെ തന്നെ ആകാശത്ത് ചെറിയൊരു സൺസെറ്റിൻ്റെ ഒരു കളറൊക്കെ കാണാനുണ്ടായിരുന്നു. സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ് എന്നല്ലേ, അപ്പോൾ അത് കണ്ട് ഞങ്ങളങ്ങ് ആസ്വദിച്ചു. എവിടെയെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് ഒരുങ്ങുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം കുറേ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കിന്ന് കിട്ടിയ ഈ 2 ആത്മാക്കളും അതിന് ബെസ്റ്റാണ്. മിന്നു ഉണ്ണിക്കുട്ടനും നല്ല രീതിക്ക് എൻ്റെ ഫോട്ടോ, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞ് എടുക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഈ കാര്യത്തിലൊക്കെ കുറച്ച് ക്ഷമയുടെ കുറവുണ്ട്. കാരണം എനിക്ക് അത്ര നല്ല പോലെയൊന്നും ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അധികം ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഇവർ 2 പേരും നിന്ന് എനിക്ക് നല്ല പോലെ ഫോട്ടോ എടുത്ത് തരുന്നുണ്ടായിരുന്നു. നമുക്കിവിടെ ആക്ച്വലി ടൈം ലിമിറ്റ് ഒന്നുമില്ല. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് 6:30 ഞങ്ങളുടെ സ്ലോട്ട് ഉണ്ടായിരുന്നത് എൻട്രിക്കുള്ളത്. അപ്പോൾ മാക്സിമം ഒരു 1 hour നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും നമുക്കിതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ബ്രെത്ത് ടേക്കിംഗ് ആയിരുന്നു. നമുക്ക് സൺസെറ്റ് മിസ്സായിട്ടുണ്ടെങ്കിലും നമ്മൾ നൈറ്റ് വരെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു നൈറ്റ് ലൈഫ് ദുബായിയുടെ കാണാൻ വേറെ തന്നെ ഒരു ഭംഗിയായതുകൊണ്ട് ഞങ്ങൾ നല്ല പോലെ എൻജോയ് ചെയ്തു. ഇത്രയും മേലെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നും, പക്ഷെ എന്നാലും കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഈ ഒരു സാധനം, അത് അവിടെ ഒരു ചെറിയ കുട്ടി അതിന്മേലെ കുറേ നേരമായിട്ട് കളിക്കുമ്പോൾ അതിനെ നോക്കി പേടിപ്പിച്ച് ആദ്യം എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പിടിച്ച് മേടിച്ചായിരുന്നു ഇത്. ചില സമയത്ത് എനിക്ക് തോന്നും കുട്ടികളെക്കാളും കുട്ടിയാണ് ഇയാളെന്ന്, ചില പരട്ട കുട്ടികളൊക്കെ പോലെ. ചെറിയ കുട്ടിയുടെ കയ്യിൽ നിന്ന് തല്ലും പിടിച്ച് വാങ്ങിയ ടെലിസ്കോപ്പ് വ്യൂറിൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കളിച്ചതിന് ശേഷം ആദ്യം വലിയ കാര്യത്തിൽ അത് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, ചുമ്മാ ഒരു പ്രഹസനം. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ ഒരു വിങ്സിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ്. പക്ഷെ ഞാൻ കുറേ ആൾക്കാരുടെ അത് കണ്ടിട്ടുള്ളതിൽ നല്ല ഫോട്ടോസൊക്കെ രാവിലത്തെ ടൈമിലായിരുന്നു ഭംഗി ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ 124th ഫ്ലോറിൽ പോയി താഴെ സ്റ്റേഴ്സ് ഇറങ്ങിയിട്ട് അവിടെ ഇതുപോലെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഇങ്ങോട്ടേക്ക് കയറാൻ വളരെ പെട്ടെന്നായിരുന്നു, പക്ഷേ ഇറങ്ങാൻ ഒരു നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യൂവിൽ നിന്ന് ഇങ്ങനെ ടൈം ഇങ്ങനെ തള്ളിക്കളയുന്ന സമയത്തായിരുന്നു ആദിയുടെ ഈ രംഗണ്ണൻ്റെ കരിങ്കാളിയല്ലേ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനായി. അപ്പോൾ ഇനി നിങ്ങൾ വരുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സജഷൻ, ദൈവത്തെ ഓർത്ത് ഹീൽസ് ഇട്ടിട്ട് വരണ്ട, കാരണം കുറച്ചധികം നടക്കാനുണ്ട്. അപ്പം നിങ്ങൾക്ക് ബുർജ് ഖലീഫയിൽ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു ഓഫർ എന്തായാലും യൂട്ടിലൈസ് ചെയ്യുക. ബാക്കിയുള്ളതൊന്നും എനിക്ക് ആക്ച്വലി ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോഴേക്ക് എൻ്റെ ബാറ്ററി തീർന്ന് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു.